ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും കൃത്യമായി സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും ഏറ്റവും നല്ല രൂപത്തിൽ സ്വീകരിക്കുമാറാവട്ടെ. വാക്കിലും നോക്കിലും പ്രവർത്തനങ്ങളിലുമൊക്കെ സംഭവിച്ചു പോയിട്ടുള്ള അബദ്ധങ്ങളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് വിഭാഗമാക്കി വേർതിരിക്കുന്നുണ്ട്. ഒന്ന് മുജാഹിദ് എന്ന ഒരു വിഭാഗം, അതിൻ്റെ നേർ വിപരീതമായി അള്ളാഹു പറയുന്ന ഖാഇദ് എന്ന ഒരു വിഭാഗം. ഈ രണ്ട് വിഭാഗത്തെക്കുറിച്ചും അള്ളാഹു തആല പറയുന്നുണ്ട്. മുജാഹിദ് എന്ന് കേൾക്കുമ്പോൾ ഒരു സംഘടന എന്ന നിലക്കല്ല ഈ പദം പ്രയോഗിച്ചത്. മുജാഹിദ് എന്ന വാക്കിന് അള്ളാഹു തആല കൊടുത്ത നിർവചനം ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലാണ്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ ബുദ്ധി, നമ്മുടെ അറിവ്, നമ്മുടെ കഴിവ്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സ്വാധീനം, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനും ദഅവത്ത് ചെയ്യാനും റബ്ബിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കാനുമൊക്കെ അതിനെ ഉപയോഗപ്പെടുത്തുന്നവരാണ്. അയാൾക്ക് പറയുന്ന പേരാണ് മുജാഹിദ്. അതിൻ്റെ നേർ വിപരീതമുള്ള ആളാണ് ഖാഇദ്. ഖഅദ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം ഇരുന്നു എന്നാണ്. ഖഅദ, മഖഅദ്, ഇരിക്കുന്ന ബെഞ്ചിന് പറയുന്ന പേരാണ് മഖഅദ്. ഖഅദ ഇരുന്നു. ഖാഇദ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നവൻ എന്നാണ് അർത്ഥം. അപ്പം മുജാഹിദ്, ഖാഇദ്. മുജാഹിദ് എന്ന് പറഞ്ഞാൽ നിരന്തരമായി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അയാൾ അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ആ പ്രവർത്തനമാവട്ടെ അത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലും അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിലും അള്ളാഹു അനുവദിച്ച മാർഗത്തിലാണ്. എന്നാൽ ഈ ഖാഇദ് എന്ന വ്യക്തി, അയാൾ വിശ്വാസിയാണ്, അയാൾ കാര്യങ്ങൾ അമലുകൾ ചെയ്യുന്നുണ്ട് എന്നതിനപ്പുറം അയാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയുള്ള ആ പ്രവർത്തനങ്ങളിൽ അയാൾ നിശബ്ദനാണ്, അല്ലെങ്കിൽ അയാൾ ഒരു ഭാഗത്തൊഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ മുജാഹിദിനെയും ഖാഇദിനെയും പരിചയപ്പെടുത്തുന്ന ആയത്ത് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നിടത്ത് ആ ആയത്തിൻ്റെ വിശദീകരണം പറയുന്ന തഫ്സീറുകളിലൊക്കെ ഒരു വ്യക്തിയെ, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെ, അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹു തആല ഈ ആയത്ത് ഉദ്ധരിക്കുന്നത്, പഠിപ്പിക്കുന്നത് എന്ന് പറയുന്ന ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ലൈസൽ മുജാഹിദു എന്ന് പറഞ്ഞിട്ട് മുജാഹിദും ഖാഇദും ഒരുപോലെയല്ല എന്ന് പഠിപ്പിക്കുന്ന ആയത്താണ്. ഇവിടെ ആ ആയത്തുകളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേര് അബ്ദുള്ള എന്നാണ്. പേര് ഒന്നുകൂടി ഒന്ന് വിശദമായിട്ട് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ആ പേര് പരിചിതമാണ്. അബ്ദുല്ലാഹിബിനു ഉമ്മു മക്തൂം എന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ അറിയപ്പെടുന്ന പേര്. ഉമ്മു മക്തൂമിൻ്റെ മകൻ അബ്ദുള്ള. ഈ പേര് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലൊരു രൂപം വരുന്നത്, ആളെ നമ്മൾ കണ്ടിട്ടില്ല, അഡ്രസ്സും കാര്യം നമുക്കറിയില്ല, പക്ഷെ ഈ പേര് കേൾക്കുമ്പോഴേ ഒരു രൂപം നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടല്ലേ. കണ്ണുപൊട്ടനായ ഒരു മനുഷ്യനാണ് അബ്ദുള്ള. അദ്ദേഹത്തിന് കണ്ണ് കാണൂല, രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത പരിപൂർണമായി അന്ധനായ ഒരു വ്യക്തിയാണ് അബ്ദുല്ലാഹിബിനു ഉമ്മു മക്തൂം. ഈ അബ്ദുല്ലാഹിബിനു ഉമ്മു മക്തൂം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിൻ്റെ ആദ്യ കാലത്ത് തന്നെ ഇസ്ലാം മതം സ്വീകരിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആദ്യകാല മുസ്ലിങ്ങൾ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ നമ്മുടെ അബ്ദുള്ളയുടെ ജീവിതത്തിലും എമ്പാടും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിനോ ഇസ്ലാമിക ജീവിതത്തിനോ ഒരു തടസ്സവും ഉണ്ടാക്കിയില്ല. മാത്രമല്ല, അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം സ്വയം ഏറ്റെടുത്ത ഒരു വലിയ ദൗത്യമുണ്ടായിരുന്നു. എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടിൽ നിന്ന് ഇസ്ലാമിനെ കേട്ടാൽ
ഉടനെ അദ്ദേഹം പ്രവാചകന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി പുറപ്പെടും. എന്താ ഉദ്ദേശം എന്നറിയോ? അത് കേട്ടിട്ടില്ലാത്ത പരിസരത്തുള്ള ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കുക. അവർ വിശ്വാസികളാണോ അവിശ്വാസികളാണോ അത് അദ്ദേഹത്തിനൊരു പ്രശ്നമല്ല. പ്രവാചകന്റെ ചുണ്ടിൽ നിന്നൊരു കാര്യം കേട്ടാൽ അത് മറ്റുള്ളവർക്ക് എത്രയും പെട്ടെന്ന് അത് എത്തിച്ചു കൊടുക്കണമെന്നത് ഒരു ദൗത്യമായിട്ട് ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത, സ്വന്തം മാതാപിതാക്കളെ പോലും കണ്ടിട്ടില്ലാത്ത ഇരുട്ടിന്റെ ലോകത്ത് ജീവിക്കുന്ന അബ്ദുള്ള ഉടനെ പുറപ്പെടും. എന്നിട്ട് അങ്ങനെ തൻ്റെ മുമ്പിൽ ഉണ്ടാവുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകളോടൊക്കെ അദ്ദേഹം പ്രവാചകനിൽ നിന്ന് കിട്ടിയ ആ അറിവ് അങ്ങനെ പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ അടി കിട്ടും, ചിലപ്പോൾ തെറി കിട്ടും, ചിലപ്പോൾ ഏറ് കിട്ടും, ചവിട്ട് കിട്ടും, ഉന്തി മറിച്ചേക്കും. പക്ഷെ അബ്ദുള്ള തൻ്റെ ദൗത്യവുമായിട്ട് അങ്ങനെ പോകും, മാക്സിമം എത്തിച്ചു കൊടുക്കും. ഏത് സമയത്തും പ്രവാചകന്റെ അടുത്തുണ്ടാവാൻ ആഗ്രഹം. കാരണം പ്രവാചകന്റെ ചുണ്ടിൽ നിന്ന് വീഴുന്ന ആദ്യ അക്ഷരങ്ങൾക്ക് വേണ്ടി അദ്ദേഹം കാത്തിരിക്കല്ലേ. ഒരിക്കൽ അദ്ദേഹം പ്രവാചകനെ തേടി വന്നപ്പോ പ്രവാചകൻ ഇരിക്കുന്നിടത്തും പ്രവാചകൻ ഉണ്ടാകുന്നിടത്തും പ്രവാചകന്റെ വീട്ടിലും പ്രവാചകനില്ല. അപ്പൊ അബ്ദുള്ള തെരഞ്ഞെടുക്കുക, യാ റസൂലല്ലാ യാ റസൂലല്ലാ അങ്ങനെ വിളിച്ചു തെളിച്ച. ഈ മക്ക എന്ന് പറഞ്ഞാൽ വലിയൊരു പട്ടണമല്ല. ആ കഅബനെ ചുറ്റി ഒരു 1/2 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു ചെറിയ പ്രദേശം അതിന്റെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം പ്രവാചകനെ തേടിങ്ങാൻ നടക്കണം. അപ്പോൾ ആരോ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് അപ്പുറത്തുണ്ട്, ഒരു മീറ്റിങ്ങിലാണ്. അതായത് മക്കയില് പ്രവാചകനും വിശ്വാസികളും വളരെ പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് ഖുറൈശികളിലെ മുശ്രിക്കുകളിലെ ചില നേതാക്കന്മാര് പ്രവാചകനുമായിട്ടൊന്ന് സംസാരിക്കാൻ ഒരവസരം ഉണ്ടാക്കി. പ്രവാചകനും വലിയ താല്പര്യമായി. കാരണം വലിയ വലിയ ആളുകളാണ്, തറവാട്ടുകാരാണ്. ഒരാളുടെ തലയിലെങ്കിലും ഇസ്ലാമിന്റെ ഒരു സ്റ്റേഷൻ, ഒരു ചെറിയ പിടുത്തം കിട്ടിയാൽ അത് വലിയ ഉപകാരമാവും. ഒരാൾക്കെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലായാൽ അത് വലിയൊരു ഉപകാരവും. അതുകൊണ്ട് പ്രവാചകൻ വളരെ താല്പര്യത്തോടെ ആ പ്രഗത്ഭരായ അല്ലെങ്കിൽ ആ നാട്ടിലെ വലിയ സ്ഥാനങ്ങളുള്ള ആളുകളുടെ ഒരു മീറ്റിങ്ങിലെ പ്രവാചകൻ അവരുമായിട്ട് സാഹചര്യങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അബ്ദുള്ള പ്രവാചകനെ തെരഞ്ഞു നടക്കുക, എവിടെ റസൂലുള്ളത്? അപ്പൊ ആരോ പറഞ്ഞു ഇതിനുള്ളിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ അബ്ദുള്ളക്ക് അനുവാദമല്ല, അവിടെ പ്രഗത്ഭരായ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അബ്ദുള്ള പുറത്തിങ്ങനെ ഇരിക്കുക. കുറെ നേരം ഇരുന്നപ്പോഴും പ്രവാചകനെ കാണാതെയും പ്രവാചകനോട് സംസാരിക്കാതെയും പ്രവാചകനിൽ നിന്ന് പുതിയ അറിവ് കിട്ടാതെയുമായപ്പോ അബ്ദുള്ള അസ്വസ്ഥനായി. അദ്ദേഹം ഉറക്കെ വിളിച്ചു, യാ റസൂലല്ലാ യാ റസൂലല്ലാ, എന്തെങ്കിലും പുതിയ അറിവുണ്ടോ എന്ന ചോദ്യം. യാ റസൂലല്ലാ, അദ്ദേഹം അങ്ങനെ വിളിച്ചു ചോദിച്ചു. ഈ കാര്യപ്പെട്ട ആൾക്കാരോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇയാളിങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ വിളിക്കുന്നത് പ്രവാചകന് ഒരു അരോചകമായ അവസ്ഥ ഉണ്ടാക്കി. റസൂല് ആ ഭാഗത്തേക്ക് നോക്കി, വെറുപ്പിന്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞ്, മുഖമൊന്ന് ചുളിഞ്ഞ്, എന്താ ഇയാൾ ഇങ്ങനെ വിളിക്കുന്നത്? നമ്മുടെ കാര്യപ്പെട്ട ആൾക്കാരോട് സംസാരിച്ചു കൊണ്ടിരിക്കല്ലേ. പ്രവാചകന് മനസ്സിൽ ഒരു വെറുപ്പിന്റെ നോട്ടം. ഉടനെ ഇറങ്ങി ഖുർആന്റെ ആയത്ത്, കേട്ടില്ല ആയത്ത്? അബസ വതവല്ല അൻ ജാഅഹുൽ അമ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക. മുഖമൊന്ന് ചുളിഞ്ഞോ നിന്റേത്? നെറ്റിയൊന്ന് ചുളിഞ്ഞോ? അദ്ദേഹം നിന്നെ വന്ന് വിളിച്ചപ്പോ നീ എന്തേ അങ്ങനെ കാണിച്ചത്? നിന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾ നന്നാവും, അദ്ദേഹത്തെക്കാൾ നന്നാവുമെന്ന് എന്തുറപ്പാ നിനക്കുള്ളത്? അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ എവിടെ വെച്ച് നമ്മുടെ അബ്ദുള്ളയെ കണ്ടാലും കെട്ടിപ്പിടിക്കും. എന്നിട്ട് പറയും, അള്ളാഹു എന്നെ തിരുത്തുവാൻ കാരണമായ വ്യക്തിയാണിത്. അല്ലേ? അബ്ദുള്ള അങ്ങനെ നിരന്തരമായിട്ട് ഒരു ആ റബ്ബിന്റെ മാർഗത്തിൽ വിശ്രമമില്ലാത്ത പ്രവർത്തനത്തിലാണ്. മക്കയുടെ മുക്കിലും മൂലയിലുമൊക്കെ അബ്ദുള്ളയുടെ സന്ദേശം അങ്ങനെ എത്തി. അങ്ങനെ ഇരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ പ്രയാസകരമായ ആ രൂപത്തിൽ തൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇന്നലെ നമ്മൾ കേട്ടതുപോലെ അഖബ ഉടമ്പടി ഉണ്ടാകുന്നത്. അഖബ ഉടമ്പടി എന്താന്ന് ചോദിച്ചാൽ, ഈ പ്രവാചകൻ മക്കയിലേക്ക് പുറം നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ വരുന്നുണ്ട് അറിഞ്ഞാൽ, അതായത് മക്കക്കാരായ ആൾക്കാരെ ഏകദേശം പ്രവാചകനെ മനസ്സിലാക്കി. അതായത് റസൂൽ പറഞ്ഞ് സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും ഒക്കെ ആളുണ്ടായി. പിന്നെ പുറത്ത് നിന്ന് വരുന്ന ആളുകളെ ഈ സന്ദേശം എത്തിക്കൽ പ്രവാചകൻ ബാധ്യതയായി ഏറ്റെടുത്തു. അങ്ങനെ കച്ചവടത്തിന് വേണ്ടിയും ഹജ്ജിന് വേണ്ടിയൊക്കെ മക്കയിലേക്ക് ആള് വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ പ്രവാചകൻ രഹസ്യമായിട്ട് അവരെ കണ്ട് അവരോട് ദീനിനെ കുറിച്ച് പറയും. അതുകൊണ്ട് തന്നെ ഖുറൈശികൾ ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കി. മക്കയിലേക്ക് വരുന്ന വഴിയോരത്ത് അവരാളുകളെ നിർത്തി.
ഞങ്ങളുടെ നാട്ടിൽ ഒരു ചെറുപ്പക്കാരുണ്ട്, ആൾ അപകടകാരിയാണ്, പുതിയ ചില വാദങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ പാരമ്പര്യങ്ങൾക്കെതിരാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് അവർ ജനങ്ങൾക്ക് നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തു. എന്നിരുന്നാലും വരുന്നവരെയൊക്കെ പ്രവാചകൻ കാണാൻ ശ്രമിച്ചു. അങ്ങനെയാണ് ഹജ്ജിന് വേണ്ടി വന്ന ചില ആളുകളെ മിനായുടെ അവസാന ഭാഗത്ത്, അതായത് ഇപ്പൊ ടെന്റുള്ള ഭാഗത്ത്, ആ അഖബ ആ പ്രദേശത്ത് അവർ ഇങ്ങനെ ടെന്റ് അടിച്ച് കുറച്ച് മദീനക്കാരെത്തിയിട്ടുണ്ടെന്ന് പ്രവാചകൻ കേട്ടു. രാത്രി രഹസ്യമായി പ്രവാചകൻ അവരുടെ ടെന്റിലേക്ക് നുഴഞ്ഞു കയറി വന്ന് അവരോട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ്. അവര് 12 ആളുകളുണ്ടായിരുന്നത്, 12 ആൾക്കാർ. ആ 12 ആളുകളും പ്രവാചകൻ പറഞ്ഞത് ശരിയാണെന്നവർക്ക് ബോധ്യമായി. ഹജ്ജ് കഴിഞ്ഞ് അവർ പോയി. പിറ്റത്തെ ഹജ്ജിന് ആ 12 ആളുകളുടെ ഗ്രൂപ്പിലെ ഒരാള് പ്രവാചകനെ തേടി വന്ന് മക്കത്തേക്ക്, റസൂലേ ഞങ്ങളുടെ കൂടെ കുറച്ച് ആൾക്കാർ തോന വന്നിക്കണ്, അങ്ങ് അവിടെ നിന്ന് വരണം കേട്ടോ, ഞങ്ങളോട് സംസാരിക്കണം കേട്ടോ. പ്രവാചകൻ ചെന്നു. അവിടെ 80ഓളം ആളുകൾ ഉണ്ടായിരുന്നു. 8-0. കഴിഞ്ഞ വർഷത്തെ 12 80 ആയിട്ടുണ്ട്. പ്രവാചകൻ അവരോട് സംസാരിച്ചു. കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിച്ചപ്പോൾ അവര് പ്രവാചകനോട് പറഞ്ഞു, റസൂലേ ഈ മക്കയിലുള്ള അത്ര പീഡനവും കഷ്ടപ്പാടൊന്നും മദീനത്ത് ഉണ്ടാവില്ല. മദീന വേറൊരു ലോക. അതുകൊണ്ട് അങ്ങ് മദീനയിലേക്ക് വരികയാണെങ്കിൽ ഒന്നുകൂടി സമാധാനത്തോടെ ഇസ്ലാം മതം പ്രബോധനം ചെയ്യാനും സുരക്ഷിതമായ ഒരു ജീവിത സാഹചര്യം ഉണ്ടാവും. ഞങ്ങൾ അവസാന ശ്വാസം വരെ അങ്ങയുടെ കൂടെ ഉണ്ടാവും. പ്രവാചകൻ ഒന്നും പറയാതെ നേരെ വീട്ടിൽ വന്നിട്ട്, അന്ന് അബ്ദുൽ മുത്തലിബ് ഉണ്ട്. അബ്ദുൽ മുത്തലിബ് വിശ്വാസിയല്ല, പക്ഷെ പ്രവാചകന്റെ ഏറ്റവും നല്ല സംരക്ഷകൻ അബ്ദുൽ മുത്തലിബ്. പ്രവാചകൻ അബ്ദുൽ മുത്തലിബിനോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ മദീനക്കാര് വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറയുന്നുണ്ട്, അവര് പൂർണ്ണ സംരക്ഷണം വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഞാൻ അവരുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. അങ്ങനെ അബ്ദുൽ മുത്തലിബ് രഹസ്യമായി ആ ടെന്റിലെത്തിയിട്ട് അവരോട് സംസാരിച്ചു. എൻ്റെ ജീവന്റെ അവസാനം വരെ ഞാൻ മുഹമ്മദിനെ സംരക്ഷിക്കും, പക്ഷെ ആ മുഹമ്മദിനെ നിങ്ങൾക്ക് വിട്ടു തന്നാൽ നിങ്ങൾ എങ്ങനെയാണ് സംരക്ഷിക്കുക? അബ്ദുൽ മുത്തലിബും അവരും തമ്മിൽ സംസാരമുണ്ടായി, ഒരു ധാരണയുണ്ടായി. ഹിജ്റയുടെ ആദ്യ പടിയാണ് അതൊക്കെ കേട്ടോ. അങ്ങനെ ആ പോക്കില് അവര് പ്രവാചകനോടൊരു കാര്യം ചോദിക്കുന്നുണ്ട്, റസൂലേ മദീനയിൽ ഇസ്ലാം മത പ്രബോധനത്തിന് നേതൃത്വം കൊടുക്കാനും മദീനക്കാർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാനും കഴിവുള്ള കുറച്ച് ആളുകളെ മദീനയിലേക്ക് അയച്ചു തരണം കേട്ടോ. അങ്ങനെയാണ് ഇന്നലെ നമ്മൾ കേട്ട മിസ്അബ് ബിൻ ഉമൈറിന്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ പ്രവാചകൻ മദീനയിലേക്ക് പറഞ്ഞയക്കുന്നത്. മിസ്അബ് ബിൻ ഉമൈർ, മിസ്അബിന്റെ കഥ എനിക്ക് അറിയില്ലേ? നമ്മള് ഉഹദ് മദീനയിൽ പോകുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് മദീനയിൽ ഉഹദ് യുദ്ധക്കളം കാണാൻ പോകുമ്പോൾ നമുക്ക് മിസ്അബിനെ അങ്ങനെ ഓർമ്മ വരും. മക്കയിലെ ഏറ്റവും സുന്ദരനായ ചെറുപ്പക്കാരൻ, മക്കയിലെ ഏറ്റവും പണക്കാരനായ ചെറുപ്പക്കാരൻ, മക്കയിൽ ഏറ്റവും അടിപൊളിയായി ജീവിക്കുന്ന ചെറുപ്പക്കാരൻ. രാവിലെയും വൈകുന്നേരവും വസ്ത്രങ്ങൾ മാറും. മക്കയിൽ ഏറ്റവും വില കൂടിയ സുഗന്ധങ്ങൾ അത് ആളുകൾ കണ്ടുപിടിക്കൽ എങ്ങനെയാണല്ലോ, മിസ്അബ് ഉപയോഗിക്കുന്ന സുഗന്ധം നോക്കിയിട്ടാണ്. മിസ്അബ് നടന്നു പോകുന്ന വഴിയിൽ മണിക്കൂർ കഴിഞ്ഞ് നടന്നു പോയാലും മിസ്അബിന്റെ സുഗന്ധം അങ്ങനെ കാണുന്ന മക്കയിലെ മാളികപ്പുരയുടെ ബാൽക്കണികളിൽ പെൺകുട്ടികൾ മിസ്അബിന് വേണ്ടി കാത്തിരിക്കുന്ന, അതാണ് മിസ്അബ്. ബാപ്പല്ല, ഉമ്മ പണക്കാരിയാണ്. പക്ഷെ മിസ്അബ് ഇസ്ലാം മതം സ്വീകരിച്ചപ്പോ ഉമ്മ അടഞ്ഞു. അവസാനം ഉമ്മ പറഞ്ഞത്, നീ ഇസ്ലാമിൽ നിന്ന് വിട്ടുപോരുന്നില്ലെങ്കിൽ എൻ്റെ സ്വത്തിൽ നിന്ന് നയാ പൈസ തരൂല. ആ പൈസ മിസ്അബ് ഒഴിവാക്കി. മിസ്അബ് ഇസ്ലാമിൽ തന്നെ. അവസാന കാലത്തൊക്കെ പാറിപ്പറിഞ്ഞ മുടിയും ആകെ കീറിപ്പറിഞ്ഞ വസ്ത്രമൊക്കെ ആയിട്ട് മിസ്അബ് ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രവാചകൻ മിസ്അബിനെ പറ്റി ആളുകളോട് പറയാറുണ്ട്, ആരായിരുന്നു ആ ചെറുപ്പക്കാരൻ, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ ഒക്കെ കഴിഞ്ഞ് ഒരുപാട് ദൗത്യങ്ങൾ ഏറ്റെടുത്ത് മിസ്അബ് മരിക്കുന്നതേ ഉഹദ് യുദ്ധത്തിലാണ്. ഉഹദ് യുദ്ധത്തില് കുപ്പിത്തിൽ വെള്ളം ഉഹദ് യുദ്ധത്തില് മിസ്അബ് മരിക്കുമ്പോ, ഈ യുദ്ധത്തിൽ മരണപ്പെട്ടാല് രക്തസാക്ഷിയാണല്ലോ. രക്തസാക്ഷികളുടെ കാര്യത്തിൽ ഇസ്ലാമിന്റെ കൽപ്പന എന്താ വെച്ചാല്, ഒന്ന് അവരെ മയ്യത്ത് കഫൻ ചെയ്യുമ്പോൾ അവർ ധരിച്ചിരിക്കുന്ന ആ ചോര പുരണ്ട വസ്ത്രം കൊണ്ട് കഫൻ ചെയ്യണം. കുളിപ്പിക്കൊന്നുമില്ല. ആ പച്ച മുറിവില് അവരുടെ ചോര പുരണ്ട വസ്ത്രങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ആ രക്തത്തോടു കൂടി അവരെ കഫൻ ചെയ്യാം. നാളെ പരലോകത്ത് നമ്മളൊക്കെ അങ്ങനെ എണീറ്റ് പാപഭാരത്തോടു കൂടി കുനിഞ്ഞ ശിരസ്സുമായി റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഈ രക്തസാക്ഷികൾ മണ്ണിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുക,
അതേ വസ്ത്രത്തോടു കൂടി ചോര പുരണ്ട ഉണങ്ങിയിട്ടില്ലാത്ത പച്ച ചോരയോടുകൂടി കടന്ന് അവർ അഭിമാനത്തോടെ റബ്ബേ നീ തന്ന ജീവിതം നിന്റെ ദീനിന് വേണ്ടി ഞങ്ങൾ ചെലവഴിച്ചു എന്ന് അഭിമാനത്തോടെ റബ്ബിന്റെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന അവരുടെ എല്ലാ പാപങ്ങളും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും, അവർ സ്വർഗാവകാശികളാകും എന്നാണ് പഠിപ്പിക്കപ്പെട്ടത്. ഇവിടെ യുഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് നല്ല നഷ്ടം വന്നതല്ലേ? 10-70 ആളുകൾ, അതിപ്രഗത്ഭരായ ആളുകൾ, അവരുടെ നട്ടല്ലായ ഹംസയടക്കം റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട യുദ്ധമാണ്. അവർ അത് സ്വന്തമായിട്ട് ഓരോരുത്തർക്ക് കബറ് കുത്താൻ പോലും കെൽപ്പില്ലാതെ ഒരൊറ്റ കുഴി കുത്തി എല്ലാ മയ്യത്തും അതിലിട്ട് മറവ് ചെയ്യാൻ പ്രവാചകൻ കൽപ്പിച്ച യുദ്ധമാണ്. അത്രമാത്രം തകർന്നുപോയ കാലം. അപ്പൊ അങ്ങനെ യുദ്ധക്കളത്തിൽ വീണ് കിടക്കുന്ന മയ്യത്തുകളൊക്കെ പരിശോധിക്കുമ്പോൾ മിസബ് മരിച്ചിട്ടുണ്ട്. മിസബിന്റെ കയ്യിലായിരുന്നു ഇസ്ലാമിന്റെ പതാക ഉണ്ടായിരുന്നത്. അപ്പോ സഹാബത്തുൽ റസൂൽ പറഞ്ഞു എല്ലാവരും മയ്യത്തും കഫൻ ചെയ്തോളി. അപ്പോ അല്ലേ എന്താല്ലേ 10-70 ആൾക്കാർ, നമ്മളൊക്കെ ഒരാള് ബോധം കെട്ട് വീണാ നമ്മൾ ആകപ്പാടെ ഇടങ്ങാറാവുക. കൂട്ടത്തിലെ പ്രഗത്ഭരായ 10-70 ആളുകൾ മരിച്ചെടുക്കുക. റസൂൽ പറഞ്ഞ് മയ്യത്ത് മറവ് ചെയ്തോളി. അങ്ങനെ മറവ് ചെയ്യാൻ കഫൻ ചെയ്യാൻ പോയ സഹാബത്ത് സങ്കടപ്പെട്ടു വന്ന് റസൂലെ മിസബിന്റെ മയ്യത്ത് കഫൻ ചെയ്യാൻ പറ്റണില്ല. മിസബ് ധരിച്ചിരിക്കുന്ന ചെറിയൊരു തുണിയാ, ഒറ്റ തുണി, ഒരു തുണി. ആ തുണി കൊണ്ട് ഇങ്ങനെ മൂടിയാല്, തല മൂടിയാൽ കാലിന്റെ മുട്ടിന്റെ ഭാഗം പുറത്താ, കാല് മൂടിയാൽ കഴുത്തിന്റെ മേലേക്ക് പുറത്താ. എന്താ ചെയ്യാ? ഒരു രണ്ടാമത്തെ തുണി കഷ്ണം മിസബിൻ്റെതായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ മിസബിന്റെ തല തുണി കൊണ്ട് മൂടിക്കളി, ബാക്കി പകുതി ഈ മക്കയിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു പുല്ലുണ്ട്, ഇദ്ഹർ എന്നാ പറയാ, നീണ്ടൊരു പുല്ല, ഈ വീട് മേയാനൊക്കെ ഉപയോഗിക്കുന്ന പുല്ല. ആ പുല്ല് പറിച്ചിട്ട് അതിങ്ങനെ കാലിന്റെ ഭാഗം ഇങ്ങനെ കെട്ടി വെച്ചോളി വന്നു. മക്കയിലെ കുബേരപുത്രൻ മിസബ് ഖബറിലേക്ക് പോകുന്നത് പാതി തുണി കൊണ്ടും ബാക്കി പുല്ലുകൊണ്ടും കെട്ടിയ ഒരു ശരീരത്തോടു കൂടിയാണ്. ആ മിസബൊക്കെ പോയ സ്വർഗാട്ടോ, നമ്മളെയൊക്കെ സ്വപ്നം മറക്കരുത്. ഞാൻ തിരിച്ചു വരാം. അപ്പൊ മിസബിന്റെ കീഴില് ഒരു സൈന്യത്തെ ഒരു ഇസ്ലാമിക ഒരു സംഘത്തെ മദീനയിലേക്ക് അയക്കാൻ പ്രവാചകൻ തീരുമാനിച്ചു. അപ്പൊ നമ്മൾ ആരെ പറ്റി പറയണേ? അബ്ദുല്ലാ ഇബ്നു ഉമത്ത്. അദ്ദേഹം സ്ഥലത്തില്ല, അദ്ദേഹം ഇങ്ങനെ കേൾക്കാണ്. റസൂലുള്ള മദീനയിലേക്ക് ഒരു സംഘത്തെ പറഞ്ഞയക്കുന്നുണ്ട്. അതിന്റെ നേതൃത്വം മിസബിനാണ്. തന്റെ പേര് ആ പട്ടികയിലില്ല. മിസബ് അബ്ദുള്ള ഓടിക്കരച്ച് പ്രവാചകന്റെ അടുത്ത് ചോദിച്ചു, റസൂലെ എന്നെ മദീനയിലേക്ക് ഇസ്ലാം മതം പഠിപ്പിക്കാൻ അയക്കുന്ന സംഘത്തിൽ എന്നെ ഉൾപ്പെടുത്താത്തത്? റസൂൽ പറഞ്ഞു, അബ്ദുള്ള, ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് പോണെങ്കിൽ ഒരാളുടെ കൈ പിടിക്കണം, ഭക്ഷണം വേണ്ടേ, വസ്ത്രം വേണ്ടേ, ഒക്കെ കണ്ണു കാണാത്ത താങ്കൾക്ക് വീട്ടുകാർ കൂടെ വേണ്ടേ? നാട് വിട്ടുപോയാൽ എന്താ സംഭവിക്കുക? അബ്ദുള്ള പറഞ്ഞു, റസൂലെ അതൊന്നും എനിക്ക് പ്രശ്നമല്ല, എനിക്കതൊന്നും പ്രശ്നമല്ല, എനിക്ക് അള്ളാന്റെ മാർഗത്തിൽ അതന്നെ, അതുകൊണ്ട് ഇനി ആ കൂട്ടത്ത് കൂട്ടണം. പ്രവാചകൻ കുറെ തടസ്സം പറഞ്ഞു. കണ്ണു കാണാത്ത അബ്ദുള്ള രാജ്യം വിട്ടുപോയാൽ ഉറ്റവരും ഉടയവരും ഇല്ലാത്ത നാട്ടില് അബ്ദുള്ള കഷ്ടപ്പെടുന്ന ഉറപ്പ റസൂലുള്ളാഹിക്ക്. അതുകൊണ്ട് പറഞ്ഞു, അബ്ദുള്ള താങ്കൾ പോണ്ട. പക്ഷെ അബ്ദുള്ളയുടെ നിർബന്ധത്തിന് വഴങ്ങി ആ പട്ടികയിൽ പ്രവാചകൻ അബ്ദുള്ളയെ ചേർത്തു. അബ്ദുള്ള തന്റെ ജീവിതത്തെ ഒരു മുജാഹിദിന്റെ ജീവിതമാക്കട്ടോ. അബ്ദുള്ള മദീനയിലെത്തി. ഓടിപ്പാഞ്ഞ് മിസബിന്റെ കൂടെ ഇസ്ലാമിക പ്രബോധനത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായി അബ്ദുള്ള മാറി. പ്രവാചകനും കൂട്ടരും മദീനയിലെത്തിയപ്പോ മക്കയിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിങ്ങൾക്ക് സുരക്ഷിതമായ സാമൂഹിക അവസ്ഥ ഉണ്ടായി. പള്ളി ഉണ്ടായി, ബാങ്ക് ഉണ്ടായി, ജമാഅത്ത് നിസ്കാരങ്ങളൊക്കെ ഉണ്ടായി. അപ്പോ ഈ ബാങ്ക് നിസ്കാരത്തിന് കൃത്യമായ സമയം ഉണ്ടായപ്പോ ആ സമയം അറിയിക്കാൻ ഒരു ഉപകരണം വേണമല്ലോ, ഒരു ഉപാധി വേണമല്ലോ. എങ്ങനെയാണ് നിസ്കാര സമയമായത്, എങ്ങനെയാണ് വിശ്വാസികളെ അറിയിക്കുക? ചർച്ച ഉണ്ടായി മുസ്ലിംകടയിൽ. ചില ആൾക്കാർ പറഞ്ഞു ചെണ്ട കൊട്ടാം. അപ്പൊ റസൂല് പറഞ്ഞു അത് വേണ്ട, അത് വേറെ ചില ആൾക്കാർ ഏർപ്പാടല്ലേ. അപ്പൊ വേറെ ചില ആൾക്കാർ പറഞ്ഞു നമുക്ക് വലിയ കുഴല് വിളിക്കാം, പീപ്പി വിളിച്ച് ശബ്ദമുണ്ടാക്കാം. അപ്പൊ റസൂല് പറഞ്ഞു അതും മറ്റു ചില മതക്കാർ ഉപയോഗിക്കുന്നതാ, അത് നമുക്ക് വേണ്ട. അപ്പൊ ചില ആൾക്കാർ പറഞ്ഞു കുന്നിന്റെ മേലെ തീ കത്തിക്കാം. അപ്പൊ ആ വെളിച്ചം കണ്ടുമ്പോ ആ സമയമായി. നമ്മളെ അറമിന്റെ മേലെ കണ്ട് ഞങ്ങൾ ബാങ്ക് കൊടുക്കുമ്പോൾ ക്ലോക്ക് ടവറിന്റെ മേലെ നിന്ന് ഇങ്ങനെ ലേസർ രശ്മികൾ ഉണ്ടാവും, അതേപോലെ അവർ തീ കത്തിക്കുക. അപ്പൊ റസൂല് അപ്പൊ ആൾക്കാർ പറഞ്ഞു അതിങ്ങനെ പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാരല്ലേ കാണുള്ളൂ, ജോലി തിരക്കുള്ള ആൾക്കാർ കാണൂലല്ലോ, അറിയില്ലല്ലോ, പിന്നെ എന്താ ചെയ്യാ? ചർച്ച അവിടെ അവസാനിച്ചു. അന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോ മദീനയിലെ ഒരുപാട് സഹാബിമാര് ഒരു സ്വപ്നം കണ്ടു. ഒരേ സ്വപ്നം.
എന്തായാലും രാത്രി ഉറങ്ങുമ്പോൾ ഒരാള് ഒരു കാഹളവുമായിട്ട് ഇങ്ങനെ വന്നിട്ട് അവരുടെ മുമ്പിൽ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിയപ്പോൾ ഈ ഉറങ്ങുന്ന ആള് ആ വന്ന ആളോട് ചോദിച്ചത്രേ, നിങ്ങൾ ആ സാധനം ഞങ്ങൾക്കൊന്ന് തരുമോ? എന്തിനാണ്? ഞങ്ങൾക്ക് ബാങ്കിന്റെ സമയമായി, അല്ലെങ്കിൽ അന്ന് ബാങ്കില്ലട്ടോ, നിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ടെന്ന് ആളുകളെ അറിയിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇതിൽ പറഞ്ഞ നല്ല ഒച്ച കേൾക്കുന്നുണ്ട്, ഈ സാധനം ഞങ്ങൾക്ക് തരുമോ? അപ്പോ ആ കാഹളം കയ്യിലുള്ള ആള് പറഞ്ഞത്രേ, നിങ്ങൾക്ക് ഞാൻ അതിനേക്കാൾ നല്ലൊരു മാർഗം പറഞ്ഞിരട്ടെ. അങ്ങനെ ബാങ്കിന്റെ ലഫ്ലുകള്, ബാങ്കിന്റെ വചനങ്ങള് അങ്ങനെ പറഞ്ഞു കൊടുക്കുക. നേരം വെളുത്തപ്പോ ഓരോ സഹാബിമാർ എണീറ്റ് പ്രവാചകന്റെ അടുത്തേക്ക്. അപ്പൊ ഇത് വേറൊരാൾ ഈ സ്വപ്നം കണ്ടു വരെ ആർക്കും അറിയില്ല, ഞാൻ കണ്ടതേ എനിക്കറിയുള്ളൂ. ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്ന് പറയാ, റസൂലെ ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു. അത് പറഞ്ഞു തീർന്നപ്പണ്ട് വേറെ 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 ഒരുപാട് ആൾക്കാർ, മദീനയിലെ ഒട്ടുമിക്ക സഹാബികളും അന്ന് രാത്രി ഈ സ്വപ്നം കണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച ഒരു മാർഗമാണ്. അത് ഇങ്ങനെയാണ് അള്ളാഹു നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ബിലാലിനെ വിളിക്കിൻ. ബിലാലിനെ വിളിച്ചിട്ട് നിങ്ങൾ സ്വപ്നത്തിൽ പഠിച്ച ഈ വാചകങ്ങൾ ബിലാലിനെ പഠിപ്പിക്കിൻ. എന്നിട്ട് നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ ബിലാലിനോട് അത് ഉറക്കെ വിളിച്ചു പറയാൻ പറയണം. ബിലാല് രണ്ട് കാര്യം, ഒന്ന് ഉയർന്ന ശബ്ദം, ഒന്ന് മനോഹരമായ ശബ്ദം. ബാങ്ക് കൊടുക്കുമ്പോൾ ഈ രണ്ട് ഗുണങ്ങളും ഉണ്ടാവണം. എന്ത്? ഒന്ന് ഉയർന്ന ശബ്ദം, രണ്ട് മനോഹരമായ ശബ്ദം. ബാങ്ക് ചില്ലറക്കാരനല്ലോ. ഒരാളിനൊരിക്കൽ തമാശ പറഞ്ഞേ, റസൂല് ബാങ്ക് കൊടുക്കാൻ ബിലാലിനെ ആക്കിയത് കൊണ്ടാണ് നാട്ടുകാർക്ക് ബാങ്ക് എടുക്കാൻ മടി. അത് അബൂബക്കറിനോട് കൊടുക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ നാട്ടിലെ മോലാളിമാരൊക്കെ ബാങ്ക് കൊടുക്കേനി അല്ലേ? ചില ആൾക്കാർക്ക് ധാരണ പെശക ഉണ്ട്. കാരണം ബാങ്ക് കൊടുക്കൽ ഇത്തിരി മോശമാണോ? അത് നമ്മളെ നാട്ടിൽ പണ്ടേ ഈ ബാങ്ക് കൊടുക്കുന്ന ആൾക്കാരെ എന്തായാലും ഒരു കഴിവില്ലാത്ത ആൾക്കാരെ ഇങ്ങനെ ആക്കിയിട്ട് ഓരോ മക്കൾ കല്യാണം അല്ലേ, കല്യാണ ബന്ധം പോലും പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന വ്യക്തിയുടെ കുടുംബമായിട്ട് കല്യാണ ബന്ധം. എന്നൊരാൾ ചോദിച്ചതാ, ഞങ്ങളുടെ നാട്ടിലെ മുക്രിയുടെ വീട്ടിൽ കല്യാണം ഉണ്ട്, അപ്പൊ അവിടുത്തെ ഭക്ഷണം പോയി കഴിക്കണത് നല്ലതല്ലാന്ന് വീട്ടിൽ നിന്ന് വല്യമ്മ പറഞ്ഞു ഉസ്താദെ, അതിൽ വല്ല കഥയുണ്ടോന്നാ ചോദിച്ചത്. എനിക്ക് ഈ ബാങ്ക് കൊടുക്കുന്ന ആൾക്കാരെ കൂലിയാക്കണം നിങ്ങൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, നാളെ പരലോകത്ത് എല്ലാവരും ഇങ്ങനെ കുനിഞ്ഞ ശിരസ്സുമായി വരുമ്പോൾ ചില ആൾക്കാർ നെഞ്ചു വിരിച്ച് തല ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ വരുന്ന. അപ്പൊ അവരാരായിരിക്കും ചോദിച്ചാൽ നിസ്കാരത്തിന് വേണ്ടി വിളിച്ച ആൾക്കാരാണെന്നാ. ആരാ നിസ്കാരത്തിന് വേണ്ടി വിളിച്ച്? ബാങ്ക് കൊടുത്ത ആൾക്കാരാണ്. മാത്രല്ല കാലി ഈ ആടുകളെ മേക്കാൻ വേണ്ടി മരുഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്ന ഒരു ചെറുപ്പക്കാരുണ്ട്. അയാൾ രാവിലെ ആടുകളെയും കൊണ്ട് പോല ആരുമില്ലാത്ത മരുഭൂമി കൂടെ നടന്നിട്ട്. അപ്പൊ റസൂൽ ചോദിച്ചു, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ബാങ്ക് ഇഖാമത്ത് കൊടുക്കലുണ്ടോ? അപ്പൊ അദ്ദേഹത്തെ പറഞ്ഞു, ബാങ്കോ കൊടുക്കും മെല്ലെ, ഞാനും എൻ്റെ ആടുകളും അല്ലാതെ ആരുമില്ലല്ലോ, അതുകൊണ്ട് ആരും കേൾക്കാല്ല, അതുകൊണ്ട് മെല്ലെ ബാങ്ക് കൊടുക്കും. റസൂൽ പറഞ്ഞു, ഉറക്ക ബാങ്ക് കൊടുക്കും. ആ ബാങ്ക് കൊടുക്കുന്ന പ്രദേശത്തുള്ള സകല വസ്തുക്കളും ഈ ബാങ്ക് വിളിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയ കൂലിയ. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നബിയെ ബാങ്ക് കൊടുക്കാൻ ഒരാൾക്കല്ല പറ്റുള്ളൂ, ഈ കൂലി അയാൾക്ക് മാത്രമല്ല കിട്ടുള്ളൂ, അപ്പൊ ബാക്കിയോ? അപ്പൊ റസൂൽ പറഞ്ഞു, ബാങ്ക് വിളിക്കുന്ന വ്യക്തി പറയുന്നത് പോലെ നിങ്ങളും പറയാ. ബാങ്ക് കേൾക്കുമ്പോ ബാങ്ക് വിളിക്കുന്ന വ്യക്തി പറയുന്ന പോലെ നിങ്ങൾ പറയാ. ഹയ്യാല സ്വലാത്ത് ഹയ്യാൽ ഫലാൻ ആവുമ്പോ അസ്സലാത്തു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയാം. അസ്സലാത്തു ഖൈറുൻ മിനന്നൗം എന്ന് പറയുമ്പോൾ ആ വാക്കെന്നെ ആവർത്തിക്കുക. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ അതാരൊക്കെ പറയുന്നുണ്ടോ അവർക്കൊക്കെ ബാങ്ക് കൊടുത്തവന്റെ കൂലി കിട്ടും. അതുകൊണ്ടാണ് ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരമൊക്കെ നിർത്തിയിട്ട് ബാങ്ക് ശ്രദ്ധിക്കുക, ബാങ്കിന് മറുപടി കൊടുക്കുക. അല്ലാതെ സാധാരണ പ്രസംഗിക്കുമ്പോൾ ബാങ്ക് കേട്ടാ ഞാൻ പ്രസംഗം നിർത്തും, നിങ്ങൾ സംസാരം തുടങ്ങും. അങ്ങനെയാണല്ലോ പ്രസംഗിക്കുമ്പോഴൊക്കെ ബാങ്ക് കൊടുക്കുമ്പോൾ ഇടങ്ങാറാണ്. ആൾക്കാർ സദസ്സിൽ നിന്ന് നീച്ചു പോകാം ഒരു ചാൻസ് കാത്തു കേൾക്കാനും. ബാങ്ക് കൊടുക്കുന്നതിന് കൂടി എല്ലാവരും എണ്ണീറ്റ് പോകും. ചില ആൾക്കാർ വർത്താനത്തിൽ. അപ്പൊ ബാങ്ക് വിളിച്ചാൽ ആ ബാങ്കിന് മറുപടി കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ ആ ബാങ്ക് വിളിക്കുന്ന വ്യക്തിക്ക് എത്ര കൂലിയാണോ അള്ളാന്റെ അടുക്കൽ കിട്ടുക, അത്രയും കൂലി ഈ ബാങ്കിന് ജവാബ് കൊടുക്കുന്ന ആളുകൾക്കും കിട്ടും എന്നാണ് പഠിപ്പിച്ചത് കേട്ടോ. നമ്മളെ വിഷയം അബ്ദുള്ളയാണല്ലോ. അപ്പം ബിലാലിന്റെ ബാങ്ക് കേട്ടപ്പോ അബ്ദുള്ള എന്താണ് കേൾക്കണേ? അപ്പൊ ആൾക്കാർ പറഞ്ഞു, അത് നിസ്കാരത്തിന്റെ സമയം അറിയിക്കാനുള്ള മാർഗമാണ്, റസൂൽ ഇന്ന് മുതൽ ഏർപ്പാടാക്കിയതാണ്, ബിലാലിനെയാണ് ഏർപ്പാടാക്കിയത്. അബ്ദുള്ള ഓടി പ്രവാചകന്റെ അടുത്ത്, റസൂലെ എന്തേ ബാങ്ക് വിളിക്കാൻ എന്തേ അബ്ദുള്ളയെ ഏൽപ്പിക്കാഞ്ഞേ? അബ്ദുള്ള ബാങ്ക് വിളിക്കുമല്ലോ, അത് പറയാൻ അബ്ദുള്ളക്ക് അറിയാലോ, നിങ്ങൾ എന്തേ അതിൽ നിന്ന് അബ്ദുള്ളയെ ഒഴിവാക്കിയത്? നമ്മളൊക്കെ ഒരു ചാൻസ് ഒന്ന് ഒഴിവാക്കി കിട്ടാൻ ആഗ്രഹിക്കലല്ലേ. അവർ റസൂല് പറഞ്ഞു, അബ്ദുള്ള ഒരാളല്ല ബാങ്ക് വിളിക്കണ്ടേ, അത് ബിലാലിനെ ഏൽപ്പിച്ചതാ. അപ്പൊ പക്ഷെ അബ്ദുള്ള വിടുന്നില്ല, ആ ഡ്യൂട്ടി ഇനി ഏൽപ്പിക്കണം, ഞാനും ബാങ്ക് കൊടുത്തോളാം. അപ്പൊ ആൾക്കാർ പറഞ്ഞു, അബ്ദുള്ള ബാങ്ക് കൊടുക്കേണ്ടത് സമയം നോക്കിയിട്ടാ. അപ്പൊ അന്ന് സമയം അറിയാനുള്ള മാർഗം എന്താ പറയുക? നിഴലാണ്. നിഴല് നോക്കിയിട്ടാണ് സമയം നിശ്ചയിക്കുന്നത്.
അപ്പൊ നിഴല് നോക്കണമെങ്കിൽ കണ്ണ് കാണണ്ടേ? കണ്ണ് കാണാത്ത നിങ്ങൾ എങ്ങനെ നിഴല് നോക്കുക, എങ്ങനെ ബാങ്ക് കൊടുക്കുക? കാരണമാണ്, നമുക്കൊക്കെ കാരണം കിട്ടിയാൽ മതി. പക്ഷെ അബ്ദുള്ള പറഞ്ഞു അത് കുഴപ്പമില്ല, എനിക്ക് കണ്ണ് കാണൂലെങ്കിലും നിങ്ങൾക്ക് കണ്ണ് കാണൂലേ? ഞാൻ നിങ്ങളോട് ചോദിക്കും സമയം അയക്കണോന്ന്. അപ്പൊ സമയം അയക്കണേ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കൊടുത്തോളാം. അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി റസൂല് പറഞ്ഞു അബ്ദുള്ള ബാങ്ക് കൊടുത്തു. അങ്ങനെ രണ്ടാളെ ബാങ്കുകാരനാക്കി. ഇസ്ലാമിന്റെ രണ്ട് ബാങ്കുകാരാ, ഒന്ന് ബിലാലും ഒന്ന് അബ്ദുള്ളയും. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ അബ്ദുള്ള അങ്ങനെ കാത്തിരിക്കും. എന്നിട്ട് ചോദിക്കും സമയായോ സമയായോ. സമയാകുമ്പോൾ ആൾക്കാർ പറയും അൽ ആൻ ദാ ആയിട്ടോ പറയും. അപ്പൊ അബ്ദുള്ള ബാങ്ക് കൊടുക്കും. അബ്ദുള്ള അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അബ്ദുള്ളക്ക് ഒരു പ്രശ്നം ഉണ്ടായി. എന്താ നിങ്ങള്, അബ്ദുള്ളക്ക് പള്ളിയിലേക്ക് ഇങ്ങനെ കൈ പിടിച്ച് കൊണ്ടുവരാൻ ഒരാളുണ്ടായിന്, ആ ആളില്ലാതെ. അപ്പൊ അബ്ദുള്ള പറഞ്ഞു റസൂലേ, കൈ പിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരാൻ ഒരാളില്ലാതെ ഇനി എല്ലാ നേരവും പള്ളിയിൽ വരാൻ എനിക്ക് പ്രശ്നമുണ്ട്, ഇത് എത്താൻ കഴിയില്ല, അങ്ങനെ തപ്പിത്തറിഞ്ഞാണ്ട് ഒറ്റക്ക് വരാൻ കഴിയില്ല, കൈ പിടിച്ച് കൊണ്ടുവരാൻ ഒരാളുമില്ല. അപ്പൊ ഞാൻ ഇനി ബാങ്കിന് കൊടുക്കാൻ കൃത്യമായിട്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ചില സമയത്തൊക്കെ എനിക്ക് ആളില്ലെങ്കിൽ ഞാൻ ബാങ്ക് കേട്ടാൽ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ പോരെ. ഒറ്റയ്ക്ക് റസൂല് പറഞ്ഞു അതേ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ മതി. പക്ഷെ അപ്പൊ പ്രവാചകന് വഹി കിട്ടാണ്. തിരിഞ്ഞു നടക്കുന്ന അബ്ദുള്ള പടവാ. ബാങ്കിന്റെ ശബ്ദം വീട്ടിക്ക് കേൾക്കുവോ? കേൾക്കും റസൂലെ. എന്നാലേ ഇവിടെ വന്നോളണം, നിസ്കരിക്കാൻ പള്ളിയിൽ എത്തിക്കൊള്ളണമെന്ന്. ഇസ്ലാമിൽ അബ്ദുള്ളക്ക് മാത്രമേ വിധിയില്ലട്ടോ. കണ്ണുപൊട്ടനായ അബ്ദുള്ളയോട് ഇസ്ലാമിന്റെ കൽപ്പന എന്താ അറിയോ? വീട്ടിക്ക് ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ നിസ്കരിക്കാൻ പള്ളിയിലെത്തണം. അതിന്റെ അടിസ്ഥാനത്തില് പണ്ഡിതന്മാരൊരു ഫത്വയുണ്ട്, വിധിയുണ്ട്. എന്താ നിങ്ങള്, പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ സാധ്യമുള്ള കഴിവുള്ള ഒരു വ്യക്തി ആ ജമാഅത്തിൽ പങ്കെടുക്കാതെ അയാൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒറ്റക്ക് നിസ്കരിച്ചാൽ ലാ സ്വലാത്ത ലഹുന, ഓൻ നിസ്കരിച്ചിട്ടില്ല, ഓന്റെ നിസ്കാരമായിട്ട് കൂട്ടിയിട്ടില്ല. അപ്പൊ ആണുങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നിസ്കാരം എന്നത് ഒരു ബാങ്ക് കേട്ട പള്ളിക്ക് കൊടുക്കുന്ന മറുപടിയാ. ഹയ്യ അല സ്വലാത്ത്, നിസ്കരിക്കാൻ വേണ്ടി വരിൻ എന്നാണ് വിളിക്കണത്. ആ വിളിക്ക് എങ്ങനെ മറുപടി എടുക്കണ്ടേ? അതിന് ചെല്ല വേണ്ടേ? അതിന് പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ലോകത്ത് എവിടുന്ന് നിസ്കരിക്കാം. മരത്തിന്റെ കൊമ്പത്തൊന്നും ഫ്ലൈറ്റൊന്നും കാറൊന്നും സൈക്കിൾമെന്നും ബൈക്കുമെന്നും എവിടുന്ന് നിസ്കരിക്കാൻ നിൽക്ക്. പക്ഷേ പള്ളിയിൽ എത്താൻ പറ്റുന്ന സാഹചര്യമാണോ? എത്തിയിരിക്കണം. ഒരിക്കൽ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാ, ഈ ലോകത്ത് ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ്? ഏതേക്കാരം? എന്താ റസൂലിന്റെ മറുപടി അറിയങ്ങള്? അസ്വലാത്തു ഫി അവ്വലി വഖ്തിഹാ. എന്താ അർത്ഥം? ഒരു നിസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിസ്കരിക്കണം. ഒരു ബാങ്ക് കൊടുത്ത പള്ളിയിൽ നടക്കുന്ന ഒന്നാമത്തെ ജമാഅത്ത് ഉണ്ടല്ലോ, ആ ജമാഅത്താണ് ആ നാട്ടിലെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം. അതുകൊണ്ടാണ് ചില പള്ളിയിലൊക്കെ ബോർഡ് വെക്കാറില്ലേ, ജമാഅത്ത് നിസ്കാരത്തിന് മുമ്പ് മറ്റു ജമാഅത്തുകൾ ഒറ്റക്കൊറ്റക്ക് നടത്തരുതെന്ന്. കാരണം ബാങ്ക് വിളിച്ചാലുള്ള ആദ്യത്തെ ജമാഅത്ത് അതാണ് ആ നാട്ടിലെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം. അപ്പൊ അബ്ദുള്ള റസൂൽ പറയാണ്, ബാങ്ക് കേൾക്കും എന്നാ പള്ളിയിൽ വന്നോളണം കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇത് ബാധ കേട്ടോ. ബാങ്ക് കേൾക്കുന്നിടത്താണ് നമ്മളെങ്കിൽ ആ ജമാഅത്തിന് നമ്മൾ എത്തണം. എത്തിയിട്ടില്ലെങ്കിൽ അതിന് ശറഈയായ ഒരു കാരണം നമുക്കുണ്ടാവണം. ഇതാ കണ്ണ് കാണുകയില്ല എന്നത് പോലും ഒരു കാരണമായിട്ട് ഇസ്ലാം എടുത്തിട്ടില്ല കേട്ടോ. അതും കൂടി ഓർമ്മയിലുണ്ടാവണം. ഞങ്ങൾക്ക് വേറെ കഥ കൂടി പറഞ്ഞു തരട്ടെ. സാന്ദർഭികമായിട്ട് പ്രവാചകൻ മരിക്കുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഒരിക്കൽ പ്രവാചകൻ മഗ്‌രിബ് നിസ്കരിച്ചു കേട്ടോ. പള്ളിയിൽ പ്രവാചകന്റെ വീടും പള്ളിയും തമ്മിൽ ഒരു 10 മീറ്ററിന്റെ മാറ്റമുള്ള മഗ്‌രിബ് നിസ്കരിച്ച പ്രവാചകൻ യശാ നിസ്കരിക്കാൻ ബാങ്ക് കേട്ട് പള്ളിയിലേക്ക് പുറപ്പെടാൻ നേരത്ത് പെട്ടെന്ന് പ്രവാചകന്റെ ബോധം നഷ്ടപ്പെട്ടു. കാരണം പ്രവാചകന്റെ അവസാന നാളുകളിലെ രോഗം ശക്തമായ പനിയും ശക്തമായ തലവേദനയായിരുന്നു. അപ്പോ ഈ ബോധം നഷ്ടപ്പെട്ട റസൂല് കുറച്ച് കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോ ചോദിച്ച ചോദ്യം താരങ്ങള് ആദ്യം ചോദിച്ചത് ആ സ്വല്ലൈത്തും, നിങ്ങൾ നിസ്കരിച്ചോ? ഇല്ല നബിയെ. എന്തല്ലറൂനക്ക്, ആൾക്കാരൊക്കെ പള്ളിയിൽ നിങ്ങളെ കാത്തുക്കുണ്ട്. റസൂൽ പറഞ്ഞു കുറച്ച് വെള്ളം കൊണ്ടുവരും. കുറച്ച് വെള്ളം കൊണ്ട് ഒന്നുണ്ടാക്കി നടക്കാൻ വയ്യ. രണ്ടാളെ തോളിൽ ഇങ്ങനെ കൈയിട്ട് പിടിച്ചിട്ട് പ്രവാചകന്റെ ഭാര്യമാര് പറയണേ, രണ്ടാൾക്കാർ ഇങ്ങനെ പ്രവാചകനെ കൊണ്ടുപോകുമ്പോൾ കാല് നിലത്ത് മണലിലൂടെ ഇങ്ങനെ വലിച്ചിട്ട് മണലിൽ ഇങ്ങനെ ചാലുണ്ടായി കാലുകൊണ്ടേ. കാല് പൊന്നണില്ല, കാല് ഉറക്കണില്ല, കാല് വലിച്ചാ പോണേ. എങ്ങോട്ടാ പോണേ നിങ്ങള്? മെഡിക്കൽ കോളേജിലേക്ക് പോവല്ല, ഏശാ നിസ്കാരത്തിന്റെ ജമാഅത്തിന് പോവുക അല്ലേ? 2 ദിവസമായല്ലോ പള്ളിക്കെ കണ്ടിട്ട്. ഒന്നുമില്ല, ചെറിയൊരു ജലദോഷം. ഓഫീസ് പോയല്ലേ? ഓഫീസിലെ പോകണ്ട്, ലീവില്ല, ഓഫീസ് പോലുണ്ട്.
നിസ്കാരത്തിന് ലീവ് എടുക്കാലോ, ലീവ് വെച്ചാൽ ആളില്ലല്ലോ, ചെല്ലുണ്ട് ലീവ് കാണാൻ അവിടെ ചെല്ലുമ്പോ. അപ്പോ റസൂല് കുറച്ചാണ് പോയപ്പോഴേ തുണിക്കഷ്ണം പോലെ കുഴഞ്ഞിങ്ങോട്ട് വീണ് അവിടെ കിടന്ന് മുഖത്തൊക്കെ വെള്ളം തെളിച്ച് കുറച്ച് കഴിഞ്ഞിങ്ങനെ കണ്ണ് മണിച്ചപ്പോ ചോദിക്കുക, സ്വല്ലൈത്തു നിസ്കരിച്ചോ? ഇല്ലേ ബിയെ, ആൾക്കാർ കാത്തിക്കുണ്ട്, എന്നാ വെള്ളം കൊണ്ട്. 3 വട്ടം അതേ പരാജയം, നടക്കാൻ കഴിയില്ല, കുഴഞ്ഞു വീഴുക. അവസാനം പറഞ്ഞു പറ്റും തോന്നുന്നില്ല, അബൂബക്കറിനോട് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പറയാം. അബൂബക്കർ നിസ്കാരം തുടങ്ങി സങ്കടപ്പെട്ട്. കാരണം മദീനത്ത് റസൂലുള്ള ജീവനോടെ ഇരിക്കെ ആ പള്ളിയിൽ ആദ്യമായിട്ടാ വേറൊരാൾ ഇമാമിക്കണേ. അബൂബക്കർ ഇമാമെന്ന് റസൂല് മെല്ലെ ഇങ്ങനെ പോവുക. അപ്പൊ അങ്ങനെ സൈഡിൽ കൂടെ പതുക്കെ റസൂൽ ഇങ്ങനെ മെല്ലെ മെല്ലെ വരുന്ന അത് സഹാബത്ത് കണ്ട് ഒരു നിഴല് പോലെ അവര് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ശബ്ദം ഉണ്ടാക്കി. അപ്പൊ അബൂബക്കർ മനസ്സിലായി റസൂല് വരുന്നുണ്ട്. കാരണം എല്ലാവരുടെ മനസ്സിലും ഈ പേടിയുണ്ട്. അപ്പൊ അബൂബക്കർ എന്ത് ചെയ്തു, വെല്ല ലേശം ബേക്കൊക്കെ മാറിന്ന് ഇമാമക്ക് നോർത്തുനിന്ന്. അപ്പൊ റസൂല് പറഞ്ഞു അവിടെ നിന്നോ. പക്ഷെ അബൂബക്കർ വീണ്ടും ബേക്കക്ക്. റസൂലുള്ള പോയിട്ട് അവിടെ ഇരുന്ന്, നിൽക്കാൻ വയ്യ, ഇരുന്ന് നിസ്കരിച്ചു. റസൂലുള്ളാഹിന്റെ പിന്നിൽ അബൂബക്കർ, അദ്ദേഹത്തിന്റെ പിന്നിൽ മുസ്ലിങ്ങൾ. പ്രവാചകന്റെ അവസാനത്തെ ജമാഅത്ത് നിസ്കാരം അല്ലെ. നോക്കി നിങ്ങൾ, ഒരു നിസ്കാരത്തിന്റെ ഗൗരവാട്ടോ കളയരുതേ. ഷറൈ വെറുതെ ബാങ്ക് കേൾക്കുന്നുണ്ട്, വർത്താനം പറഞ്ഞിരിക്കുക കൂട്ടുകാരുടെ കൂടെ. അങ്ങനെ നിസ്കാരം ജമാഅത്ത് കഴിഞ്ഞ് നമുക്ക് നിസ്കരിക്കല്ലേ, മുസല്ല വിരിച്ച് നിസ്കാരത്തെ ഈസിയാക്കരുത് കേട്ടോ. ജമാഅത്ത് ഒരു പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. നിങ്ങൾ ഈ ഹജ്ജിൽ നിങ്ങൾക്ക് കിട്ടുന്ന, ഇനി ഹജ്ജ് കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് കുറേ ഗുണങ്ങൾ ഉണ്ടാവണം. ഹജ്ജ് അല്ലാഹ് സ്വീകരിച്ചോ ഇല്ലേ നമുക്കാർക്കും അറിയില്ല, പക്ഷെ ഒരു അടയാളം നമുക്കറിയാം. നമ്മൾ സ്വർഗം കിട്ടാൻ വേണ്ടി ഹജ്ജ് ചെയ്ത്, ഹജ്ജ് കഴിഞ്ഞിട്ട് സ്വർഗത്തിന് പറ്റിയ ഒരു ജീവിതം നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ പ്രതീക്ഷിച്ചോളി, നമ്മളെ ഹജ്ജ് നല്ല വഴിക്കാണ്. അല്ല ഹജ്ജ് കഴിഞ്ഞിട്ടും പഴയ അവസ്ഥയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഉറപ്പിച്ചോളി, ആ 8:45 പോയിട്ടുണ്ട്, അത് പോയിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. അപ്പോ ആ മാറ്റത്തില് ഒന്നാമത്തെ മാറ്റം എന്താ പറയുക, ജമാഅത്ത്. ഇന്നും ചെന്നാല് നിങ്ങള് ദുബൈയിലാവട്ടെ, നാട്ടിലാവട്ടെ, സിംഗപ്പൂരാവട്ടെ, അമേരിക്ക ആവട്ടെ, എവിടെ ആവട്ടെ, നാട്ടിൽ ചെന്നിറങ്ങിയാല് ആദ്യത്തെ നിസ്കാരത്തിന് ആദ്യത്തെ ഒഴിവാക്കരുത്. ഇനി നാളെ മുതലാവാൻ തീരുമാനിച്ചാൽ നടക്കൂലട്ടോ. നാളെ ഒരുപാട് നാളെ ആയിട്ടുണ്ട്. ആദ്യത്തെ ബാങ്കിന് എന്നാലേ ഞാൻ നിസ്കരിച്ചിട്ട്. അപ്പൊ പെണ്ണുങ്ങൾക്ക് അത്ഭുതം, എത്താ മനുഷ്യ ആദ്യമായിട്ടാ നിസ്കാരം? അതെ, ഞാൻ ഇന്നൊരു പുതിയ മനുഷ്യനാ. എൻ്റെ അമ്മ പ്രസവിച്ചിട്ടൊരു കുട്ടിയെ പോലെ പുതിയ മനുഷ്യനാ. അതുകൊണ്ട് ഞാൻ ഇനി ഇങ്ങനെ ജീവിക്കും. ഒന്നാമത്തെ മാറ്റം നിസ്കാരത്തിൽ തന്നെ ആവട്ടെ, അത് ജമാഅത്തിൽ തുടങ്ങട്ടോ, മറക്കരുത്. ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ഹജ്ജ് കഴിഞ്ഞു പോയിട്ട് എങ്ങനെയാവണം തുടക്കം. ഇവിടെ ഒരു ജമാഅത്ത് എനിക്ക് നഷ്ടാവൂല, അത് നഷ്ടമായാൽ വേദന ഉണ്ടാവണം. അങ്ങനെ നമ്മുടെ അബ്ദുള്ള നിസ്കാരം പിറ്റേന്ന് എന്താ കാഴ്ച കണ്ടറിയങ്ങള്. അബ്ദുള്ളന്റെ വീട്ടിൽ നിന്ന് പ്രവാചകന്റെ പള്ളിയുടെ ചുമരിലേക്ക് ഒരു കയറ് കെട്ടിയേക്കുക, നീണ്ട കയറ്. ആ കയറും അങ്ങനെ പിടിച്ചിട്ട് കണ്ണുപൊട്ടനായ അബ്ദുള്ള ഇങ്ങനെ വരിക പള്ളിക്ക്, പ്രവാചകനെ കേൾക്കുക. എന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോയിട്ട് ആൾക്കാർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അബ്ദുള്ളന്റെ ജീവിതം അങ്ങനെ വിശ്രമമില്ലാത്ത ജീവിതം പോകട്ടോ. ഒരു തടസ്സം എവിടെ ഇല്ല, കണ്ണ് കാണുന്നില്ല, വയസ്സാകുന്നുണ്ട്, ഇതൊന്നും അബ്ദുള്ളക്ക് ഒരു പ്രശ്നമല്ല. അബ്ദുള്ള നിരന്തരം പോരാട്ടത്തിലാണ്. ഒരാഗ്രഹം ഉണ്ടായി അബ്ദുള്ളക്ക്. ബദർ കഴിഞ്ഞപ്പോ എനിക്ക് ഇസ്ലാമിന്റെ മാർഗത്തിൽ ഒരു യുദ്ധം ചെയ്യണം, ശത്രുവിനോടൊന്ന് പൊരുതണം. ശത്രു എന്താണ് അബ്ദുള്ള കേട്ടിട്ടുള്ളൂ, കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. വാള് കൈകൊണ്ട് തൊട്ടു നോക്കിയിട്ടേ ഉള്ളൂ, അബ്ദുള്ള കണ്ടിട്ടില്ല. പക്ഷെ ഒരു പൂതി, എനിക്ക് അള്ളാന്റെ മാർഗത്തിൽ നിന്ന് പൊരുതണം. പറ്റുമെങ്കിൽ അള്ള തന്ന ജീവിതം ഇസ്ലാമിന് വേണ്ടി കൊടുത്തിട്ട് രക്തസാക്ഷിയാവണം. അബ്ദുള്ള എല്ലാ യുദ്ധത്തിലേക്കും പ്രവാചകൻ ആളെ എടുക്കുമ്പോ അബ്ദുള്ള ചെല്ലും, റസൂലെ ദാ അബ്ദുള്ള വന്നിട്ടുണ്ടോ? റസൂല് പറയും, അബ്ദുള്ള നിങ്ങൾക്ക് എങ്ങനെ പറ്റുക, നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങണ്ട. പുറത്ത് മുറിവേറ്റവർക്ക് മരുന്ന് കൊടുക്കാനും വെള്ളം വേണ്ടവർക്ക് വെള്ളം കൊടുക്കാനും താങ്കൾ പുറത്തുണ്ടായാൽ മതി, യുദ്ധക്കളത്തേക്ക് ഇറങ്ങണ്ട, കണ്ണ് കാണൂലല്ലോ, അപകടല്ലേ. പാവം അബ്ദുള്ള സങ്കടപ്പെട്ട് തിരിച്ചുപോയി. അങ്ങനെ റസൂലുള്ളാഹിന്റെ കാലം കഴിഞ്ഞ്, അബൂബക്കർ സിദ്ദീഖിന്റെ കാലം കഴിഞ്ഞ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം. അവിടെ ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള കോപ്പുകൂട്ടല. ഇസ്ലാമിനെതിരെ ചില ശത്രുക്കൾ ഒരുമിച്ച് കൂടിയപ്പോൾ അവർക്കെതിരെ ഒരു പടപ്പുറപ്പാടിന് ഉമർ ഒരുക്കം നടത്തൽ. എല്ലാ മുസ്ലിം ചെറുപ്പക്കാരും സൈന്യത്തിൽ പങ്കാളികളാവണമെന്ന് ഖലീഫന്റെ കൽപ്പന ഉണ്ടായി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല ഖലീഫ ഉമർ ചില ആളുകളെ നിശ്ചയിച്ചു റിക്രൂട്ട് ചെയ്യാൻ, ആരെയാണ് സൈന്യത്തിലേക്ക് എടുക്കേണ്ടത്. അങ്ങനെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആൾക്കാർ വന്നപ്പോൾ കൂട്ടത്തിൽ അബ്ദുള്ള
വയസ്സായിക്കണം, മുടിയൊക്കെ നരച്ച്, കണ്ണൊക്കെ കുഴിഞ്ഞ്, എല്ലൊക്കെ ഉന്തി, പറ്റപ്രായമായി. ആളിങ്ങനെ ചെറുതായി പോയിട്ടുണ്ട്, വളഞ്ഞു പോയിട്ടുണ്ട്, പ്രായത്തിൻ്റെ ആ തലക്കല. പക്ഷെ ആ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ അബ്ദുള്ള ഇങ്ങനെ വന്ന് കണ്ണ് കാണുന്നില്ല. അപ്പോൾ യുദ്ധത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാർ ഖലീഫ ഉമറിനെ വിളിച്ചിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഒരു സങ്കടകരമായ അവസ്ഥ, അബ്ദുള്ള യുദ്ധത്തിൽ പങ്കെടുക്കാൻ വന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കണില്ല. ഉമർ നേരിട്ട് വന്നെന്ന, കാരണം സീനിയർ ഖലീഫ് സ്വഹാബിയല്ലേ, പ്രവാചകന്റെ മുമ്പിൽ ഇഷ്ടപ്പെട്ട സ്വഹാബിയല്ലേ. ഖലീഫ നേരിട്ട് വന്നിട്ട് അദ്ദേഹത്തോട് സംസാരിക്കുക. സംസാരത്തിൽ ഖലീഫ പറഞ്ഞു, അബ്ദുള്ള, ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ട മിനിമം ഏറ്റവും ഒന്നാമത്തെ ഗുണം കണ്ണ് കാണണം. ശത്രുവിന്റെ നീക്കം, വരവ്, ശത്രുവിന്റെ തന്ത്രങ്ങള്, അത് കണ്ടാലല്ലേ ആ ശത്രുവിനെതിരെ വാള് വീശാൻ പോലും പറ്റുള്ളൂ. ഈ കണ്ണ് കാണാത്ത നിങ്ങളെ എന്ത് കണ്ടാണ് നിങ്ങളെ യുദ്ധത്തിലേക്ക് ഇറക്കുക? അദ്ദേഹം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, യുദ്ധത്തിൽ കണ്ണ് കാണുക എന്നത് യുദ്ധത്തിന്റെ ഒരു ഗുണമാണ്. പക്ഷേ കണ്ണ് കാണാതിരിക്കലും യുദ്ധത്തിൽ ഗുണം ചെയ്യും. ഇപ്പൊ ഖലീഫക്ക് അത് മനസ്സിലായില്ല. കണ്ണ് കാണൽ യുദ്ധത്തിൽ ഒരു ഗുണം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി, പക്ഷെ കണ്ണ് കാണാതിരിക്കലും ചിലപ്പോൾ ഗുണം ചെയ്യും. അപ്പൊ ഖലീഫ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ ആ കുഴിഞ്ഞ കണ്ണുകളിൽ നിന്ന് പ്രതീക്ഷയുടെ അക്ഷരങ്ങൾ എന്തേ പറഞ്ഞറിയോ? ഖലീഫ, യുദ്ധത്തിൽ കണ്ണ് കാണുന്ന ഒരു വ്യക്തി ശത്രുവിന്റെ വിജയം, ശത്രുവിന്റെ കുതിപ്പ്, ശത്രുവിന്റെ മുന്നോട്ടുള്ള വരവ്, ഇത് അയാളെ ഭയപ്പെടുത്തും. അത് കാണുമ്പോൾ ഒരുപക്ഷെ അയാൾ യുദ്ധക്കളത്തിൽ നിന്ന് തിരിഞ്ഞോടും. പക്ഷേ കണ്ണ് കാണാത്ത അബ്ദുള്ള ശത്രുവിന്റെ ഒരു കുതിപ്പും കാണൂല, ശത്രുവിന്റെ ഒരു വിജയം കാണൂല, ശത്രുവിന്റെ ഒരു വരവും കാണൂല. വാള് വീശിക്കൊണ്ടേയിരിക്കും. ഒന്നുകിൽ അബ്ദുള്ള മരിക്കണം, അല്ലെങ്കിൽ യുദ്ധം ജയിക്കണം. രണ്ടായാലും അബ്ദുള്ള യുദ്ധക്കളത്തിലുണ്ടാവും. അദ്ദേഹത്തിന്റെ ഈ വല്ലാത്ത മാനസികാവസ്ഥയിൽ ഖലീഫ ഉമറിന് മനസ്സിലായി അദ്ദേഹത്തിന്റെ മനസ്സ്. എന്നാ പങ്കെടുത്തു പറഞ്ഞു. ആ യുദ്ധത്തിലെ ഏറ്റവും പ്രായമുള്ള വ്യക്തിയായി കണ്ണ് കാണാത്ത അബ്ദുള്ള വാളൊക്കെ തപ്പിപ്പിടിച്ച് യുദ്ധത്തിന്റെ വസ്ത്രമൊക്കെ ധരിച്ച് ആ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയാണ്. യുദ്ധം കഴിഞ്ഞ് യുദ്ധത്തിൽ മരണപ്പെട്ട രക്തസാക്ഷികളെ സംസ്കരിക്കുന്ന കൂട്ടത്തിൽ കമിഴ്ന്നു കിടക്കുന്ന ഒരു മയ്യത്ത് അബ്ദുള്ള. ഇതുവരെ ലോകത്തെ കണ്ടിട്ടില്ലാത്ത അബ്ദുള്ളയുടെ കണ്ണുകൾ എന്നേക്കുമായി ആ യുദ്ധക്കളത്തിൽ അടഞ്ഞു. അബ്ദുള്ള മരിച്ചു അല്ലേ? ആ അബ്ദുള്ളയുടെ ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു തആല ഖുർആനിൽ പറയാണ്, നിങ്ങൾ മുജാഹിദാകണം. എന്താ മാതൃക? CD ടവറിലെ മെമ്പർഷിപ്പ് അല്ല, ഒരു സംഘടനയുടെ പേരല്ല, ഒരു നേതൃത്വത്തിന്റെ പേരല്ല. അള്ള തന്ന ബുദ്ധി, കഴിവ് ഞാൻ ഈ കൂട്ടത്തിലൊക്കെ ചില ആൾക്കാരുടെ കഴിവ് അപാര കഴിവുകളാണ്. സ്വന്തം സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചുണ്ടാക്കിയവരാ, ശൂന്യതയിൽ നിന്ന് മേലെ എത്തിയവരാ എല്ലാവരും. ഞാനിങ്ങനെ പല ആൾക്കാരുമായിട്ടും വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ എല്ലാ സംസാരങ്ങളിലും ഞാനൊക്കെ ആലോചിക്കും, ഞാനൊക്കെ എവിടെയാ പഠിച്ചോനെ? എവിടെയല്ലല്ലോ, നമ്മളൊക്കെ എല്ലാവരും മേലെയാണ്, എല്ലാം കൊണ്ട് മേലെയാണ്, ബുദ്ധി കൊണ്ട്, കഴിവ് കൊണ്ട്. ഇപ്പം എനിക്കൊക്കെ ഒരു എല്ലാവരും പറഞ്ഞു മൊബൈലിൽ ഇങ്ങനെ പിന്നെ ഇതിൻ്റെ ആപ്പിൽ എല്ലാ വിവരമുണ്ട്. ഞാൻ എൻ്റെ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ അതിൽ എനിക്ക് ആ ആപ്പ് ഏതാ അറിയില്ല, എവിടെ ഒരാളോട് ചോദിക്കാൻ മടി. അപ്പം നിങ്ങൾ വിചാരിക്കൂലേ ഇയാൾ ഇത്രയും അന്തല്ലാത്ത ആളാണോ? അപ്പം എത്ര മുകളിലങ്ങളൊക്കെ അല്ലേ? ആ കഴിവിൻ്റെ ഒരംശം അല്ലേ നമ്മൾ ഈ അബ്ദുള്ള അല്ലേ? അബ്ദുള്ള പോയ സ്വർഗം നമ്മുടെ സ്വർഗ സ്വപ്നം അതല്ലേ? നമ്മുടെ കഴിവുകൾ അല്ലേ? ഞാനിങ്ങനെ അസ്കർ സാഹിബിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മളൊക്കെ സാധാരണ നമ്മളെ മക്കളൊക്കെ നല്ല കഴിവുള്ള മക്കളാണെങ്കിൽ ഡോക്ടർ ആവാനോ എൻജിനീയർ ആക്കാനൊക്കെ പറഞ്ഞയക്കും. എൻ്റെ മകളെ പറയാം, എൻ്റെ മകളെ ഞാൻ പൊളിറ്റിക്കൽ സയൻസ് പഠിപ്പിക്കാൻ പറഞ്ഞയച്ചു. കാരണം സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് നമ്മുടെ മക്കൾ വരണം. ആ ഉന്നതിയിൽ നിന്ന് ഞാനൊരു മുസ്ലിമാണ്, ഇപ്പൊ നമ്മൾ തന്നെ ഒരു ജഡ്ജി അയാൾ മുസ്ലിം ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സൈന്യാധിപൻ അയാൾ മുസ്ലിമാണ്, അല്ലെങ്കിൽ ഒരു വലിയൊരാൾ അയാൾ മുസ്ലിമാണെന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അഭിമാനം എത്രയേ അല്ലേ? അപ്പൊ നമ്മളൊക്കെ നമ്മുടെ മക്കളെയൊക്കെ വളർത്തുമ്പോൾ, നമ്മളൊക്കെ വളരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അള്ളാഹുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കലാണ്. ബാക്കിയൊക്കെ താഴെയാണ്. മേലുള്ളത് ഇതാണ്. അബ്ദുല്ലാഹി ഇബ്നു മക്തൂം നമുക്കൊരു മാതൃകയാവണം. ഞങ്ങൾക്ക് ഒരു അവസാനിപ്പിക്കാട്ടോ. വേറൊരു അബ്ദുള്ളയുടെ കഥ. അദ്ദേഹത്തിന്റെ പേര് മുഴുവൻ എൻ്റെ മനസ്സിൽ വരുന്നില്ല. അദ്ദേഹം മക്കയിലെ പണക്കാരനായിരുന്നു കേട്ടോ. അത്യാവശ്യം തോട്ടങ്ങളും കൃഷിയൊക്കെ ഉള്ള പണക്കാരനായ ആളായിരുന്നു. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ ശത്രുക്കളുടെ മർദ്ദനങ്ങളൊക്കെ പട കൂടിയപ്പോൾ റസൂലുള്ള പറഞ്ഞു, നമ്മൾ നാട് വിട്ടു പോയിക്കോളി. അപ്പോൾ ഒരുപാട് പറമ്പും ഒരുപാട് കൃഷിയും ഒരുപാട് കന്നുകാലികളും ഈത്തപ്പനത്തോട്ടങ്ങളൊക്കെ ഉള്ള സമ്പന്നനാണ്. പക്ഷെ അദ്ദേഹത്തിന് അതൊന്നും തടസ്സമായി. നമ്മളൊക്കെ അല്ലേ, എനിക്ക് നാട്ടിൽ പോകണമെന്നുണ്ട്, ഉമ്മ മരിച്ചിക്കണ്
പോണം. എന്താ തടസ്സം? അതിനിപ്പോൾ കട ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ജോലി ഇവിടെ ഉണ്ട്, അത് ഒഴിവാക്കി പോകാൻ തടസ്സമാണ്. നമുക്കൊരുപാട് തടസ്സങ്ങളാണ്. പക്ഷെ ഇദ്ദേഹം കേട്ടറിങ്ങളും ഈ സ്വത്തൊക്കെ ഒഴിവാക്കിയിട്ട് അദ്ദേഹം മദീനത്തേക്ക് പോകാൻ തീരുമാനിച്ചിട്ടോ. അപ്പോൾ ഈ പോണ സമയത്ത് കുറച്ച് പൈസ എടുത്തുകൊണ്ട് കയ്യിൽ വെച്ച്, എന്തിനറിയോ? വഴിച്ചെലവിന്. ബാക്കി അവിടെ ഇട്ട് പോവുക. ആരെങ്കിലും എടുത്തോട്ടെ. നമ്മളൊക്കെ നാട്ടിൽ ഇടക്കാത്തൊരു പ്രശ്നമായിരുന്നു, എന്ത് പൗരത്വ പ്രശ്നം. അന്നിങ്ങനെ കേട്ടിനല്ലോ, പൗരന്മാരല്ലാത്തവരൊക്കെ നാട് വിട്ടു പോകേണ്ടി വരും. അന്ന് ഒരു അദ്ദേഹം മുസ്ലിം അല്ലാത്തൊരു മുസ്ലിം അല്ല, പക്ഷെ അയാൾ പൗരത്വ പ്രശ്നത്തിൽ മുസ്ലിം സമുദായത്തിന്റെ കൂടുതൽ ആളായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടേ, അദ്ദേഹത്തിൻ്റെ അനുഭവം പറയണേ. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു മുസ്ലിം സമ്പന്നമായ ഒരു മുസ്ലിം വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു ജോലിക്കാരിയായ സ്ത്രീ ആ വീട്ടിലെ ഉമ്മയോട് പറഞ്ഞത്രേ, നിങ്ങൾ ഇത് വിട്ടു പോകുമ്പോൾ ഇത് ഞങ്ങൾക്ക് തരണം കേട്ടോ, ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ അത് അത്ഭുതമല്ല. അങ്ങനെ ഉണ്ടായാല് ഒരു മൈഗ്രേഷൻ ഉണ്ടാകുമ്പോൾ, ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ സകലം വിട്ടുപോകും. അതിൽ ബേജാറൊന്നാവണ്ട. അങ്ങനെ തന്നെ മുമ്പ് ഉണ്ടായത്. ഇദ്ദേഹം തൻ്റെ സ്വത്തൊക്കെ ഇട്ടുകാണ്ട് പോവുകയാണ്. കയ്യിൽ കുറച്ച് ചില്ലറ പൈസ ഉണ്ട്, പോണ വഴിക്ക്. അങ്ങനെ ഇദ്ദേഹം നാട് വിട്ടു പോകുന്നത് കേട്ടപ്പോൾ ശത്രുക്കൾ വഴി പോയിട്ട് തടഞ്ഞു എന്നാ. എങ്ങോട്ടാ പോണേ? മദീനത്തേക്ക്. എന്തിനാ പോണേ? മുസ്ലിമായിട്ട് ജീവിക്കാൻ പോവാണ്. നിങ്ങളെ സ്വത്തൊക്കെ ഇവിടെ ഉണ്ട്, മാണെങ്കിൽ എടുത്തോളി, എനിക്ക് വേണ്ട, ഞാൻ പോവാ. ചോദിച്ചു, നിങ്ങളെ കയ്യിലെന്താള്? അതെനിക്ക് വഴിച്ചെലവിന്. മക്കത്ത് നിന്ന് ഉണ്ടാക്കിയ സ്വത്താണെങ്കിലേ അത് ഇവിടെ തിന്നു പോണം. അത് പിടിച്ചു വാങ്ങിന. അദ്ദേഹം നയിച്ചുണ്ടാക്കിയ സ്വത്താ, അത് പിടിച്ചു വാങ്ങി. എന്നായിക്കോട്ടെ, ഞാൻ പോവാണ്. അപ്പൊ അവര് പറഞ്ഞോലോ, എന്താ നിങ്ങളെ തലയിൽ കെട്ട്? അറബിയുടെ കെട്ടല്ലേ, അത് അഴിച്ചു വാങ്ങി. കുപ്പായം അഴിച്ചു വാങ്ങി. ഒരൊറ്റ തുണി മാത്രം ബാക്കി കൊടുത്ത്. അദ്ദേഹത്തെ പറ്റി ഖുർആനിൽ പറയുന്നുണ്ട്, ഒരൊറ്റ തുണി. അദ്ദേഹം നടന്ന് കുറെ ചെന്നപ്പോഴേ പൊടിക്കാറ്റടിച്ചപ്പോ കണ്ണിലൊക്കെ പാടെ പൊടിയായപ്പോ തുണി കീറിയിട്ട് 2 കഷ്ണാക്കിയിട്ട് ഒരു തുണി തലയിൽ കെട്ടി മറ്റേ തുണി എടുത്ത് നടന്നു. 2 പുതപ്പിന്റെ ഉടമ എന്നാണ് ചരിത്രത്തിൽ അയാൾ അറിയപ്പെട്ടത്. അയാൾ ഇങ്ങനെ മദീനത്തേക്ക് എത്തുമ്പോൾ റസൂല് അത്ഭുതപ്പെട്ടു. കണ്ണിന്റെ ഈ പോള വരെ മണൽ കൊണ്ട് ഇങ്ങനെ കട്ടി കൂടിയിട്ട്, നമ്മുടെ ആടുജീവിതത്തിലെ നജീബിനെ വായിച്ചില്ല നമ്മൾ, അതുപോലെ ഒരു ഭീകര ജീവിയായിട്ട് മദീനത്തേക്ക് എത്തി. ആരറിയോ? മക്കയിലെ പണക്കാരൻ, ഒന്നുമില്ലാതെ എത്തി. അദ്ദേഹം അങ്ങനെ ഇസ്ലാമിക ലോകത്തങ്ങനെ തൻ്റെതായ പ്രവർത്തനം അവസാനിപ്പിക്കുക, ജീവിതം അങ്ങനെ പോവുകയാണ്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഒരു യുദ്ധത്തിന് വേണ്ടി വന്ന സമയത്ത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദാണ് ബാക്കി കാര്യം പറയുന്നത്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് പറയണേ, രാത്രി സൈന്യങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന വിളക്കൊക്കെ ഊതിയിട്ടുണ്ട്, എല്ലാവരും ഉറങ്ങിക്കിടക്കുകയാണ്. എനിക്ക് ഉറക്ക് വരുന്നില്ല, ഞാനിങ്ങനെ എണീറ്റ് നടക്കണം. അപ്പണ്ട് കുറച്ചപ്പുറത്ത് ഒരു വിളക്ക് ഇങ്ങനെ കത്തണ്. അപ്പൊ ആ വിളക്ക് കത്തുന്ന വെളിച്ചത്ത് ആരാന്നറിയാൻ വേണ്ടി ഞാനിങ്ങനെ അടുത്തേക്ക് ചെല്ലുമ്പോ ഒന്നുകൂടി വ്യക്തമായി കണ്ട് ഞാൻ 3 ആളുകളെ കാണുന്നുണ്ട്. കുറച്ചും കൂടി നടന്നപ്പോ ഒരാള് ഒരു കുഴിയിൽ ഇറങ്ങി നിൽക്കുക, 2 ആൾക്കാർ കരയത്ത് നിൽക്കുന്നുണ്ട്. ആളെ മനസ്സിലാവുന്നില്ല, മങ്ങിയ വെളിച്ചം. കുറച്ചും കൂടി മുന്നേറ്റത്തിൽ മനസ്സിലായി, കുഴിയിൽ ഇറങ്ങിയിരിക്കുന്ന ആള് റസൂലുള്ളാഹിയാണ്. കരവത്തിരിക്കുന്ന 2 ആൾക്കാര്, ഒന്ന് അബൂബക്കറും ഉമറുമാണ്. കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോ വ്യക്തമായി, ആ അബൂബക്കറിന്റെയും ഉമറിന്റെയും മുമ്പിൽ ഒരു മയ്യത്തുണ്ട്, വെള്ളത്തുണി പൊതിഞ്ഞ മയ്യത്ത്. നാളെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന ഒരാൾ ഇന്ന് രാത്രി മരിച്ചിരിക്കുന്നു. യുദ്ധക്കളത്തിൽ ഇറങ്ങും മുമ്പേ അയാൾ രക്തസാക്ഷിയായിരിക്കുന്നു. ആ മയ്യത്ത് മറവ് ചെയ്യാം. റസൂലുള്ള ഖബറിൽ പുറത്ത് അബൂബക്കറും ഉമറും ഈ മയ്യത്ത് താങ്ങി പ്രവാചകന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ആ പ്രവാചകൻ ആ മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോൾ റസൂലുള്ള കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചത്രേ, അല്ലാഹുവേ, അബ്ദുള്ള മരിച്ചിരിക്കുന്നു, എനിക്ക് പ്രിയപ്പെട്ട അബ്ദുള്ള. അല്ലാഹുവേ, എനിക്ക് പ്രിയപ്പെട്ട അബ്ദുള്ളയെ നീ നിനക്കും പ്രിയപ്പെട്ടവനായി സ്വീകരിക്കണമേ റബ്ബേ. എന്താല്ലേ റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന അള്ളാഹ് തിരസ്കരിച്ചിട്ടില്ല. ആ റസൂല് അബ്ദുള്ളയുടെ മയ്യത്ത് പടച്ച റബ്ബിന് കൊടുക്കുക. ആ ഖബറിലേക്ക് ആ മയ്യത്ത് വെച്ചപ്പോ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് പറയണേ, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് സത്യത്തിൽ ആഗ്രഹിച്ചു പോയി, ആ മയ്യത്തിന്റെ മയ്യത്തായിരുന്നെങ്കിൽ ആ ഖബറ് എൻ്റെ ഖബറായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചുപോയി. നാം പ്രിയപ്പെട്ടവരെ, ഇതാണ് ജീവിതം. ഒരു മുസ്ലിമിന്റെ ജീവിതം ഇതൊക്കെയാണ്. വെട്ടിപ്പിടിക്കുവാൻ നമുക്ക് വേണ്ടത് സ്വർഗമാണ്. ബാക്കിയുള്ളതൊക്കെ ഈ ഒരൊറ്റ കുതിച്ചുപാച്ചിൽ, ഒരൊറ്റ സെക്കൻഡിൽ തളർന്നു വീണാൽ തീരാവുന്നതേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്ന തിരിച്ചറിവ് ഈ ഹജ്ജിലെ, ഈ മിനായിലെ, ഈ ടെൻറ്റിൽ നിന്ന് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കുറിച്ചു വെക്കുക. ഒരു മുജാഹിദാവാൻ
ജീവിതത്തിൽ ശ്രദ്ധിക്കുക, ശ്രമിക്കുക, പാടുപെടുക. അതിനെ എതിർക്കുന്ന സുഖസൗകര്യങ്ങൾ നഷ്ടപ്പെടും, സ്വാധീനങ്ങളും ആൾക്കൂട്ടങ്ങളും ഇല്ലാതാവും, കുടുംബത്തിൽ പോലും ഒറ്റപ്പെട്ടു പോകും, മക്കൾ പോലും വെറുക്കും എന്നൊക്കെ പേടിപ്പിക്കുന്ന ഒരു ചെകുത്താൻ നമ്മുടെ മനസ്സിലുണ്ട് കേട്ടോ. ആ ചെകുത്താനെ മിനയിൽ കല്ലെറിഞ്ഞ കല്ലേറ് പോലെ ആ ചെകുത്താനെ മനസ്സ് നെറിഞ്ഞോടിച്ച് ഒരു മുസ്ലിം ആവുക. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് ശേഷം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നല്ല വിശ്വാസിയുടെ ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ മനസ്സിനെ നന്മയിൽ നിന്ന് പിടിച്ചു വലിക്കുന്ന എല്ലാ പൈശാചിക പ്രേരണകളിൽ നിന്നും, കൂട്ടുകെട്ടുകളിൽ നിന്നും, ദുന്യാവിനോടുള്ള ഭ്രമങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.